ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായി ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഇതൊരുമാതിരി ചടച്ച ദിവസമായിരുന്നു. ഒരു മൂഡും ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാൻ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. മടി പിടിച്ചിട്ടും ആകെ മൊത്തം വയ്യാത്ത എന്തൊക്കെയോ പോലെ. മെയിൻ കാരണം രുദ്രന് വയ്യായിരുന്നു കേട്ടോ. അവന് പനി വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം പിന്നെ ഫ്ലൂയിഡ് ഇട്ടിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വന്നിട്ട് പിന്നെയും അങ്ങനെ തന്നെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ പോയി ഫ്ലൂയിഡൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് 12 മണിയൊക്കെ കഴിഞ്ഞിറക്കണം. പിന്നെ അവൻ്റെ വാശിയും അതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും ഒരു നേരം ഇറക്കണം. ഏട്ടന് പിന്നെ രാവിലെ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ മെല്ലെ കണ്ട് കിടന്നുറങ്ങി. ഞങ്ങൾ പിന്നെ ഉറങ്ങിയപ്പോഴത്തേക്ക് സമയമായി ഇറക്കണം. അവൻ്റെ കുറുമ്പൊക്കെ കഴിഞ്ഞ് കുറേ കുസ്തി എടുത്തിട്ടാണ് അവൻ കിടന്നുറങ്ങിയത്. രാവിലെ ഏട്ടൻ ഓഫീസിൽ പോയി. പിന്നെ ഞാനവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ ആകെ മൊത്തം ഒരു ക്ഷീണം. അവനും നീച്ചു. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാശി കാണിക്കുന്നുണ്ട്. അവൻ്റെ പുറകെ നടക്കലും എല്ലാം കൂടി ആയിട്ട് ആകെ മൊത്തം. രാവിലെ പിന്നെ ഇഡ്ഡലിയും ചമ്മന്തി തന്നെയാണ് കേട്ടോ സ്ഥിരം കുറേ ദിവസങ്ങളായിട്ട്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. പക്ഷെ അവന് അതാണ് കൂടുതൽ ഇഷ്ടം. അവൻ കഴിക്കുള്ളൂ. ബാക്കി എന്താണെങ്കിലും അവന് കുറച്ചേ കഴിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കും. മനോഹരനും ഇഡ്ഡലി ഇഷ്ടം. അവർ രണ്ടുപേരും ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കും. എൻ്റെ കാര്യമാണ്. എനിക്കാണെങ്കിൽ ഇഡ്ഡലി ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇഡ്ഡലി കഴിക്കില്ല. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പകരം. ചില ദിവസം ഞാനത് സ്കിപ്പ് ചെയ്യും. അത് കാരണം എൻ്റെ കോലം ഇങ്ങനെ തന്നെയാണ്. ഞാൻ തടിക്കൊന്നുമില്ല. അങ്ങനെ കറിയൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടോ. പിന്നെ മീനൊക്കെ ഇങ്ങോട്ട് ഒരു മൂടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാൻ. പിന്നെ മീനൊക്കെ ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എനർജി കയറി. അപ്പം പിന്നെ എന്തായാലും മീൻ മറക്കണം, കറി വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങി. അങ്ങനെ അതൊക്കെ സെറ്റായി. അപ്പോഴത്തേക്ക് മനോട്ടം വന്നു കേട്ടോ. മനോട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കുറേയൊക്കെ ഓക്കെയാണ്. അപ്പോൾ വരുമ്പോൾ ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഉണ്ടല്ലോ അവൻ എടുത്തിട്ട് അത് കേക്കും കട്ട് ചെയ്യുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവൻ പാട്ടും പാടി കട്ട് ചെയ്യും. Happy birthday to you. Happy birthday to you. Happy. Happy. Ah. Happy. 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 Ah. നമ്മുടെ കയ്യുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. Happy. 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 ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. എനിക്ക് എന്തൊക്കെയോ അവൻ്റെ പനി പോലെ എനിക്കും തൊണ്ടയ്ക്ക് കിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആകമൊക്കെ എന്തോ പോലെയുണ്ട് എൻ്റെ സൗണ്ടൊക്കെ. പിന്നെ ഉറക്കത്തിൽ എണീറ്റല്ലേ. അപ്പം അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ശബ്ദത്തിന്. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. പിന്നെ ഞാൻ ആദ്യം അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ പണി കഴിഞ്ഞ പോലെയാണ്. കുറേ നേരം ഇരിക്കണം, കുറച്ച് കഴിക്കണം. പക്ഷേ പനിയായത് കാരണം വായയ്ക്ക് രുചിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വല്ലാതെ നിർബന്ധിച്ചില്ല, കുറച്ചേ കൊടുത്തുള്ളൂ. അവൻ തന്നെ കുറച്ച് വാരി കഴിച്ചു. പിന്നെ ഞാൻ കറിയിലെ മീനൊക്കെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനായിട്ടും കഴിച്ച്. അപ്പോഴത്തേക്ക് ആളുടെ കുട്ടികളെയൊക്കെ ഉറക്കാനൊക്കെ കൊണ്ടുവരണുണ്ടായിരുന്നു. പിന്നെ അവനെ നെബുലൈസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നെബുലൈസ് ഒക്കെ ചെയ്ത്. അപ്പം ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.